സയനൈഡിൻ്റെ സ്മെൽ ഡിറ്റക്ട് ചെയ്യാനുള്ള എബിലിറ്റി നമ്മുടെ ജനറൽ പോപ്പുലേഷനിൽ ഒരു 30% ആൾക്കാർക്കേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 1-2 പേർക്ക് ആ എബിലിറ്റി ഉണ്ടാവുള്ളൂ. അതൊരു ആൽമണ്ട് വറുത്ത മാതിരി ഒരു മണമാണ്. ഈ കൂടത്തായി കേസിൽ വർക്ക് ചെയ്ത ഫോറൻസിക് സർജൻ അവരുടെ നോട്ട്സിൽ എഴുതിയതായി ഞാൻ വായിച്ചിട്ടുണ്ട്. ആ കേസ് ചെയ്ത എൻ്റെ മാഡം ആയിരുന്നു. അന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ജീവൻ വന്നിട്ട് പോവാം. ഇല്ല, സ്കൂട്ടർ ഉണ്ട്. ഇനി ഇങ്ങോട്ട് ഇല്ലാത്ത ഡൗട്ട്സ് ഉണ്ടാക്കി വരണം എന്നില്ല കേട്ടോ. ചുമ്മാ ഇങ്ങനെ കയറിപ്പോരെ. ശരി ചേച്ചി. ചീറ്റിപ്പോയല്ലേ? വിട്ടോ? എങ്ങോട്ടാ? ഫുഡ് അടിക്കാം. തട്ടുകടയിൽ നേരെ വിട്ടോ. അമ്മച്ചി നിന്നെ റോസ്റ്റ് ചെയ്തല്ലേ? എടാ, ഒരു പരിചയമില്ലാതെ നിന്റെ അമ്മച്ചി എന്നെ കൊണ്ട് അയവാൻ്റെ മൂത്രം തുടപ്പിച്ച് ട്രൗസർ മാറ്റിപ്പിച്ച് കരിയർ ഗൈഡൻസ് ക്ലാസ് വരുന്നത്. ഇക്കണക്കിന് എങ്ങാനും തന്നെ ഞാൻ കെട്ടിയിരുന്നെങ്കിലോ. അവിടെ അമ്മച്ചൊക്കെ ഇപ്പം അങ്ങ് പോവും. നാട്ടിൽ കൃഷിയൊക്കെ ഉള്ള. അതെ, നമുക്ക് നമ്മുടെ കാര്യം അങ്ങ് അവതരിപ്പിച്ചാലോ? എന്തിന്? നിന്നെ ഞാൻ കുറച്ചാളൊന്ന് ഒബ്സർവ് ചെയ്യട്ടെ, എന്നിട്ട് മതി. മതി, തിരക്കില്ല. പക്ഷെ മര്യാദക്കൊരു ട്രിപ്പ് പോകണമെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ട നാടല്ലേ ഇത്? അതുകൊണ്ട് പറഞ്ഞ കല്യാണം കഴിച്ചാൽ പിന്നെ എന്തു ആവാലോ. നിനക്ക് കല്യാണം കഴിക്കണോ അതോ ട്രിപ്പ് പോകണോ? ഇപ്പൊ ട്രിപ്പ് പോയാൽ മതി. കല്യാണം പിന്നെ ഒബ്സർവ് ഒക്കെ ചെയ്തിട്ട് മതി, തിരക്കില്ല. അയ്യാടാ, ചേച്ചിയുടെ അമ്മച്ചനും കണ്ണി പൊടിയിടാൻ ഒരു വഴിയുണ്ട്. എനിക്ക് എന്തായാലും ഈ വീക്കെൻഡ് വാഗൺ പോണ ലൊക്കേഷൻ നോക്കാൻ. അപ്പൊ കൂടെ പോരെ? നമ്മൾ രണ്ടുപേരും മാത്രം? അയ്യോടാ, എൻ്റെ DOP ഉണ്ടാവും കൂടെ. ഞാൻ ഇല്ല, നിങ്ങളെ നോക്കോ. DOPയുടെ ഗേൾഫ്രണ്ടിനോടും കൂടെ വരാൻ പറയാം. എന്തൊരു ശരി. പണി പാടില്ല. ടോപ്സിനെ ഡീൽ ചെയ്യാൻ അറിയില്ലേ? പിന്നല്ല, ഇപ്പൊ കാണിച്ചു തരാം. MP பிள்ளையானாலும் MLA பிள்ளையானாலும் 6 மணிக்கு மேலே காட்டுக்குள்ளே அனுப்ப முடியாது. ஏன் வேலை பண்ணாலும் பரவாயில்ல. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? സ്റ്റേ അടിക്കേണ്ടി വരും. ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഇവിടെ ഹോസ്റ്റലാണ്. എനിക്കും പ്രശ്നമില്ല. ഓ, അപ്പൊ എനിക്കാണ് പ്രശ്നം. പുലി ഇറങ്ങിയ അമ്മച്ചി, പുലി അല്ലല്ല, ആന ആന. അയ്യേ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ ഹോട്ടലാന്നേ. ഓ ആയിക്കോട്ടെ. ഓ എൻ്റെ അമ്മോ, നിന്നെ ഒന്ന് സൂക്ഷിച്ചോളാനാ അമ്മച്ചി പറഞ്ഞേ. ഇപ്പോഴത്തെ കാലാവസ്ഥ ആയതുകൊണ്ട് ഞാൻ ചുമ്മാ ചോദിക്കുന്നേ ഉള്ളൂ. ഇൻ കേസ് നമ്മുടെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തടയാൻ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? എനിക്ക് ഈ കാലാവസ്ഥ വ്യതിയാനം മുൻകൂട്ടി കാണാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട്. ഇതും ഒബ്സർവേഷൻ്റെ ഒരു ഭാഗമാണ്. ഇതൊരു മെയിൻ സബ്ജക്റ്റ് ആയിട്ട് വരും.
സ്വിച്ച് ഇട്ടില്ല. യോ സ്വിച്ച് ഇട്ടാലേ കൗണ്ട് പറയും. അതിന് നിനക്കെന്തിനാ കൗണ്ട്? ശരിയാണല്ലോ. അപ്പം ഇനി മുതലേ സ്വിച്ച് ആക്കാം. സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറഞ്ഞിട്ട് മാത്തിന് പോലും മനസ്സിലായില്ല. അപ്പോഴല്ലേ ഈ 60 കഴിഞ്ഞ് റീത്താമയ്ക്ക്. എന്റെ കണ്ണിന് കുറച്ച് കുഴപ്പമുണ്ടെന്നേ ഉള്ളൂ. എന്റെ മുന്നിൽ നിന്ന് എന്ത് തോന്നിയ ദിവസം കാണിക്കാവുന്നായോ? അമ്മച്ചി അതിന് മാത്രം ഞങ്ങളൊന്നും മിണ്ടിപ്പോവരുത്. എനിക്ക് ആൾക്കാരെ തിരിച്ചറിയാനേ ഉള്ളൂ ബുദ്ധിമുട്ട്. അവരെന്ത് ചെയ്യായിരുന്നു മനസ്സിലാക്കാനൊക്കെ നിന്റെ അപ്പന്റെ കൂടെ കുറച്ചു കാലം കഴിഞ്ഞവളാ ഞാൻ. ഞാനിനി വഴിക്കില്ല കേട്ടോ. നിനക്ക് എത്ര വയസ്സായി? ഈ സെപ്റ്റംബറിൽ 32. പെറ്റതള്ളെ വയസ്സ് ഓർമ്മിപ്പിക്കുന്നോടാ. കൊച്ചെ നിനക്ക് എത്ര വയസ്സായിരുന്നു? 25. നിന്റെ തന്തേ തള്ളെ വിളിച്ചൊന്ന് പറഞ്ഞേരെ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇനി നാട്ടുകാരെ കൂടെ കാണിക്കാനാണോ ബാൽക്കണി പോയി നിൽക്കുന്നത്? ഇല്ല ഇല്ല ഇല്ല. എന്താ കല്യാണം അതൊന്നും നടക്കൂല. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ പിന്നെ 1 ഇയർ എങ്കിലും എനിക്ക് ടൈം വേണമെന്ന്. ഇതിപ്പം എൻ്റെ പടത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. ആദ്യത്തെ പടമാണ്, അതൊരു നിലയ്ക്ക് എത്തിക്കേണ്ടതൊന്നും ശരിയാവില്ല. ഓക്കെ, നിന്റെ ആദ്യത്തെ പടം അതെല്ലാം ശരിയായാൽ എല്ലാ പണിയും തീരാൻ എത്ര സമയം വേണം? മിനിമം 2 ഇയർ എങ്കിലും എടുക്കും. അതെല്ലാം ഓക്കെ ആയാൽ 2 വർഷം കൊണ്ട് അമ്മച്ചി എന്നെ വേറെ ആരെങ്കിലും കൊണ്ട് കെട്ടിച്ചുവിടും. അന്ന് നീ വേറെ പോയി കെട്ട്. അതല്ല ജീവ, ഇപ്പം കല്യാണം കഴിഞ്ഞതെല്ലാം മാറും. ഇപ്പം നിന്നെ എന്നെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. കല്യാണം കഴിഞ്ഞാൽ നിന്റെ ബന്ധുക്കൾ എൻ്റെ ബന്ധുക്കൾ മൊത്തം ശല്യമായിരിക്കും. എൻ്റെ പണിയൊന്നും നടക്കൂല. എടോ, തനിക്ക് എന്നെ ഇഷ്ടമാണോ? ആ, നമ്മൾ പരിചയപ്പെട്ടിട്ട് അധികാലമായില്ല എന്നുള്ളൊരു പ്രശ്നമാണോ? അല്ല. ഒബ്സർവേഷൻ പീരീഡിൽ എൻ്റെ പെർഫോമൻസ് മോശമായിരുന്നോ? അല്ല. ഈ സമയത്ത് എപ്പോഴെങ്കിലും ഞാൻ വർക്കിനിടയിൽ നിന്നെ ശല്യപ്പെടുത്തുകയോ വെറുപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പം നമ്മൾ വൈകുന്നേരം കുറച്ച് സമയം കാണുന്നു, സംസാരിക്കുന്നു, അവനവൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നു. ഇനിയിപ്പോൾ കല്യാണം കഴിച്ചാലും ഞാൻ മാറാൻ പോകുന്നില്ല, നീ ഒരിക്കലും മാറാൻ പോകുന്നില്ല. പിന്നെ ഇത് കുടുംബക്കാരുടെ വായടപ്പിക്കാൻ വേണ്ടി മാത്രം, അത്രേ ഉള്ളൂ. ನೀನು ನನ್ನನ್ನು ಮದುವೆ ಆಗ್ತಾರ? എന്ത്? Will you marry me please? നമ്മൾ രണ്ടാൾ മാത്രമുള്ള നമ്മുടെ ചെറിയൊരു സ്പേസ്, അവിടെ നിന്നെ ശല്യം ചെയ്യാൻ ആരും വരില്ല. പോരെ? വേറെ പോന്നു കേട്ടില്ല. ഒരു വെറൈറ്റി. നാളത്തെ അഞ്ജലി മേനോനാണ് നമ്മുടെ സാര ചേച്ചി. ജീവൻ ചേട്ടന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. Thank you. കണ്ണൂര് തെറ്റിക്കാൻ ബെസ്റ്റാ. ആ ഹലോ. ആദ്യത്തെ കല്യാണം, ആദ്യത്തെ പടം പൊളിക്കന്നെ. ജീവൻ എട്. നിങ്ങളെന്ത് ഇവിടെ ഇങ്ങനെ മാറിപ്പോ? അപ്പോഴത്തെ കാണാം. മെല്ലെ കുത്തണം, വേറെറ്റ് പോയ പണി വാളും. ജീവ, ഈ വീട് മൊത്തം കണ്ണാടിയാണല്ലോടാ. ഇതൊക്കെ പൊട്ടിപ്പോയില്ലേ? എന്തിനാ എത്ര കാശ് ചെലവാക്കണേ? ഒന്നും വിചാരിക്കരുത്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട്. ആ, ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ഇങ്ങനെ ഒരു ഐറ്റം. അപ്പൊ കോംപ്രമൈസ്. അതാരാ? ഞാൻ തന്നെ. മതി അമ്മ മധുരം കഴിച്ചാൽ, അല്ലെങ്കിൽ ഇൻസുലിൻ കുടിക്കേണ്ടി വരും കേട്ടോ. ഓ, മരുമോള് ഭരണം തുടങ്ങിയല്ലോ റീത്താമ്മേ. നീ എന്റെ തീറ്റയുടെ കാര്യം നോക്കാതെ നീ വല്ലതും കഴിക്കാൻ നോക്ക്. കണ്ടാ പറയുകയല്ല 25 വയസ്സായി. അത് ശരിയാ, ഈ ശരീരം വെച്ചുകൊണ്ട് പ്രസവിച്ച ഇവിടെ ആത്മാവ് വരെ പുറത്തു വരും. എടി, ഇക്കാലത്ത് പ്രസവിക്കാൻ വലിയ കരുത്തൊന്നും വേണ്ടടി. വേദനയില്ലാതെ പ്രസവിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. നീ പേടിക്കണ്ടടി മോളെ. എനിക്ക് പേടിയൊന്നുമില്ല. ആ, ഞാൻ പറഞ്ഞില്ലേ മോക്ക് പേടിയില്ലെന്ന്. അതിന് ഞാൻ പ്രസവിക്കുന്നില്ല. എന്നതാ നീ പറഞ്ഞത്?
നീ പ്രസവിക്കത്തില്ലെന്നോ? ആ എന്റെ കർത്താവേ, ഇവക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നോ? അമ്മച്ചി അവൾ ഉദ്ദേശിച്ചത് ഹേ, നീ ഉണ്ടായിരടാ. ഡോ വിൻസെന്റെ, ഈ കൊച്ചിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞോട്ടാണോ താൻ ഇവിടെ എന്റെ മോന്റെ തലയെ കെട്ടിവെക്കാൻ അയ്യോ നോക്കിയത്? റീതാം, ഇത് റീതാം ഉദ്ദേശിക്കുന്ന പ്രശ്നമൊന്നുമല്ല. അല്ലേ, പ്രസവിക്കാത്തത് പ്രശ്നമൊന്നും അല്ലെന്നോ? ഓ എന്റെ കർത്താവേ, എന്റെ മോളെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചോ നീ? എന്നതാ അതിന്റെ പ്രശ്നം? യൂട്രസിനോ മറ്റോ ആണോ കുഴപ്പം? ആ കണ്ട ബ്രോയിലർ ചിക്കനൊക്കെ കഴിച്ചിട്ടേ നാട്ടിലെ സകല പെണ്ണുകൾക്കും കുഴപ്പാ. ഇത് നിങ്ങൾ പറയണ പോലെ യൂട്രസിന്റെ സെർവിക്സിന്റെ പ്രശ്നമല്ല. ഇതെന്റെ അല്ല, ഞങ്ങളുടെ തീരുമാനമാണ് കുട്ടികളെ വേണ്ടെന്നുള്ളത്. അല്ല, ഇതൊക്കെ കല്യാണം കഴിഞ്ഞ പാടെ എല്ലാരും പറയുന്ന കാര്യമില്ലയോ? ഇതൊക്കെ അങ്ങ് ശരിയായിക്കോളൂന്നേ. എന്റെ കർത്താവേ, അയ്യോ, അമ്മേ. എനിക്കിതൊന്നും താങ്ങാൻ മേലായേ മാതാവേ. അമ്മേ, ഇതിപ്പോ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച തീരുമാനിക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ. ഇവർക്കിപ്പോ കരിയറും കാര്യങ്ങളും ഒക്കെ ആയിരിക്കില്ലേ ഇമ്പോർട്ടന്റ്. അതൊക്കെ മാറുന്ന ഒരു കാലത്ത് മതി. പഴയ കാലമൊന്നും അല്ലല്ലോ ഇപ്പോ. എടാ ജീവാ, നിനക്കും കൊച്ചുങ്ങൾ വേണ്ടെന്നാണോ? അമ്മച്ചി ഈ വിഷയം നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. കൊച്ചുങ്ങളെ വളർത്തുന്ന ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ അതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ വലിയ ഉത്തരവാദിത്വം. കൊച്ചുങ്ങളെ പിറന്നത് നോക്കുന്നൊക്കെ അവളല്ലയോടാ. നിനക്ക് എന്നാ ഉത്തരവാദിത്വം? നിനക്ക് വൈകുന്നേരം വന്നാ കൊച്ചുങ്ങളും ഒക്കെ ആയിട്ട് ഒന്ന് കളിച്ചും ചിരിച്ചും ഒക്കെ ഇരിക്കുക, അല്ലാതെ തന്നെ. അതെ, കൂടുതൽ ഉത്തരവാദിത്തം ആൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫൈനൽ ഡിസിഷൻ സാറുടെ. ആ ഇത് പ്രശ്നം യൂട്രസിന്റെ അല്ല, ഇത് മറ്റേതാണ്, ഫെമിനിസം. അതിനിപ്പോ ഞാൻ വല്ലതും പറഞ്ഞ Each evening, regular as clockwork, Dad comes home and takes over for the... മോളെ, ഞാൻ ഇതുവരെ നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. ഭയങ്കര സങ്കടമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ അമ്മേനെ സ്വപ്നവും കാണുമായിരുന്നു. നീ ജനിച്ചു കഴിഞ്ഞപ്പോഴേ എല്ലാവരും പറഞ്ഞു ഈ കണ്ണും മൂക്കും ഒക്കെ എൻ്റെ അമ്മേനെ പോലെയായിരുന്നു. പക്ഷേ എനിക്കത് നീ വളരുന്നിടം വരെ തോന്നിയിട്ടില്ല. പക്ഷെ അന്ന് സ്കൂളിലൊരു പരിപാടിക്ക് നീ സാരി ഉടുത്ത് വന്നില്ലേ, ശരിക്കും എൻ്റെ അമ്മ മുമ്പിൽ വന്നിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തേ. അമ്മ എന്താ ഉദ്ദേശിക്കണേ? എടി, നാളെ നിനക്കൊരു പെൺകുഞ്ഞുണ്ടായാലോ, ആ കുഞ്ഞിന് എൻ്റെ മോച്ചായ ഉണ്ടെങ്കിലോ, അപ്പം ഞാൻ മരിച്ചു പോയാലും നിനക്കെന്നെ കണ്ടൂടെ? ആൺകുട്ടിയാണെങ്കിലോ? അത് അയ്യോ, ആയിക്കോട്ടെ. അതെ, ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു ഈ സീനൊന്നും എൻ്റെ മോളുടെ അടുക്ക് വർക്കൗട്ട് ആവില്ലെന്ന്. പോട്ടെ, ചെല്ല്. ട്രെയിൻ മിസ്സാവും. അതാ എന്താ വർക്കൗട്ട് ആയ? ഒരു രക്ഷയില്ല. അപ്പൊ അതും ബ്ലിങ്. ഒന്ന് വിളിച്ചു നോക്ക് മനുഷ്യ. കിട്ടണ്ടേ? വിളിക്കാം. അല്ല, അമ്മ ഇന്ന് നിന്നിട്ട് നാളെ പോകുന്നല്ലേ പറഞ്ഞേ? വേണ്ട മോളെ, ഇനി ഇവിടെ നിന്നാലേ ഷുഗർ മാത്രമല്ല പ്രഷറും കൂടും. നമുക്ക് പോകാം. പോട്ടെ. ശരി. അപ്പോ പറഞ്ഞതുപോലെ ദൈവം നല്ല ബുദ്ധി തോന്നിക്കട്ടെ. വിൻസെന്റെ, ഞങ്ങൾ ഇറങ്ങുക. ഞങ്ങൾ ഉറങ്ങാം. ശരി എന്നാ, കാണാം. പോട്ടെ. എടാ ബൈ. ബൈ ബൈ. അപ്പം ഞങ്ങൾ ഇറങ്ങണം. ശരി. ആ, നമുക്ക് പോവാം. പോട്ടെ മോനെ. ഓ, അമ്മ ഇറങ്ങാം കേട്ടോ. പോട്ടെ മോനെ. എല്ലാരും പോയപ്പോ എന്തൊരു സമാധാനം. എടി എടി. ഞാൻ വിചാരിച്ചത് അമ്മച്ചേനെ കാലം പിടിച്ച് നിലത്തടിക്കാണ്. എന്നാലും നീ ഇങ്ങനെ എടുത്തടിച്ച പോലെ പറയണ്ടില്ലായിരുന്നു. ഞാനത് നൈസായിട്ട് അമ്മച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കിയേനെ. എപ്പോഴാലും പറയേണ്ട കാര്യല്ലേ. അപ്പൊ ഇനി നമ്മൾ രണ്ടുപേരും മാത്രം. നമുക്ക് ഡ്യൂട്ടി ഷെയർ ചെയ്യണം കേട്ടോ. മൺഡേ ഞാൻ കുക്ക് ചെയ്യാം, ട്യൂസ്ഡേ നീ, പിന്നെ അങ്ങനെ 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 ഓൾട്ടർനേറ്റീവ് ആയിട്ട് കുക്ക് ചെയ്യാം. അയ്യോ, അപ്പൊ ആഴ്ചയിൽ 4 ദിവസം നീ കുക്ക് ചെയ്യോ? അതൊന്നും കുഴപ്പമില്ല. നീ സിനിമയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും.
ഓക്കെ അപ്പൊ cheers. ഫസ്റ്റ് സിനിമ ചിയേഴ്സ്. Yes. ഒന്ന് വേഗം ആക്കിയേ. 5 minutes. അതെ, ആ ക്ലിന്റിന് ഒരു റോൾ കൊടുക്കണേ. ഇത് അറിഞ്ഞപ്പോ മുതൽ ഒരു സമാധാനം തരുന്നില്ല. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഓ ജാട, ഒടുക്കത്തെ ജാട. ചെറുതായിട്ട്. ആ പാപ്പാ. ഏ? 12 വർഷം മുൻപുള്ള മീറ്റു കേസിൽ സിനിമാ നിർമ്മാതാവ് അറസ്റ്റിൽ. കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നിരവധി സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഇയാളുടെ ഏറ്റവും പുതിയ സിനിമ റിലീസ് ആകാനിരിക്കെയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ അറസ്റ്റ്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കലൂർ സ്വദേശിനിയാണ് പീഡനം ആരോപിച്ചിരിക്കുന്നത്. നീ ഇത് പിടിച്ചേ. ആ, അതാണ്. എടോ, തന്റെ ബേബിക്കുട്ടം വരൂടോ. എനിക്ക് ടേണോ? ഇന്നത്തെ നാളെ നോക്കാം. കൊള്ളാം, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്, അത് നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. പ്രശ്നം അതല്ല, ഇതാര് ഡയറക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സി, ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ എം എ സെക്സിസ്റ്റ് ആൻഡ് ഓൾ. ഓക്കെ, ഒന്നാമത് തൻ്റെ ആദ്യത്തെ പടമാണ്, ആൻഡ് ഇറ്റ്സ് നോട്ട് എ സ്മോൾ മൂവി, ഇറ്റ്സ് എ ബിഗ് വൺ. മാത്രമല്ല താനൊരു പെൺകുട്ടിയാണ്. യു വിൽ ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട്. സർ, ശരിയാണ്, എൻ്റെ ആദ്യത്തെ പടമാണ്. പക്ഷേ ഇതിനു മുമ്പ് 3 പടത്തിൽ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പടത്തിൽ അസോസിയേറ്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഷോർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട്. ഇത്ര പോലെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെ വെച്ച് സാർ പടം ചെയ്തിട്ടുണ്ടല്ലോ. യെസ്, ശരിയാണ്, തനിക്കിത് ചെയ്യാനുള്ള കഴിവ് കാണുമായിരിക്കാം. ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു കൺവിൻസ് ദ എൻറ്റയർ ടീം. താനൊരു കാര്യം ചെയ്യും, ഈ സ്ക്രിപ്റ്റ് എനിക്ക് താ, നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറെ വെച്ച് ഇത് ചെയ്യിക്കാം. ആൻഡ് യു വിൽ ബി ദ സ്ക്രിപ്റ്റ് റൈറ്റർ. നമുക്കിത് നോക്കാടോ. നമുക്കെന്നിട്ട് നെക്സ്റ്റ് പടം താൻ ചെയ്തോ. അപ്പൊ ഒരിക്കൽ കൂടെ കൺഗ്രാറ്റ്സ്. അപ്പോഴേ നിന്റെ പ്രൊമോഷന്റെ എല്ലാം എപ്പോഴാ? താരാടാ. ആ, തന്നാ മതി. കണ്ടാ, കല്യാണം കഴിഞ്ഞ് 4 മാസമായിട്ടുള്ളൂ,
അവൻ വരെ കഴിവ് തെളിയിച്ച്. നീ നടന്നോ? എടാ ഇതൊന്നും വലിയ ആനക്കാര്യമൊന്നും അല്ല. പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. എനിക്കിഷ്ടമല്ല ഈ കൊച്ചുങ്ങളുടെ അപ്പയും മൂത്രവും കോരാൻ. ഇനിയിപ്പോ അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞാൽ മതി. വന്ന് വന്ന് നിന്റെ അമ്മ എന്റെ മമ്മിയാണ് വിളിക്കണത്, പരാതി പറയാനായിട്ട്. പാവം. ഓ നീ ഒന്ന് അതിങ്ങ അയച്ചേ. താങ്ക് യു ചെയ്യടാ. സമയമുണ്ടല്ലോ.